സമാനമാണ് സംസ്കൃത സർവകലാശാലയിൽ 30 ദിവസമാണ് അവിടെ സമരം നടന്നത്. ആ സമരം നടക്കുന്ന കേന്ദ്രം എന്ന് പറയുന്നത് കാലടിയാണ്, അങ്കമാലി നിയോജക മണ്ഡലത്തിലാണ്. അങ്കമാലി നിയോജക മണ്ഡലത്തിന്റെ MLA കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. 24 ദിവസം തിരിഞ്ഞു നോക്കാത്ത MLA അവിടുത്തെ തിയേറ്റർ വിദ്യാർത്ഥികൾ ലൈറ്റ് മരിച്ചുപോയേ എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ ഒരു പ്രതീകാത്മക നാടകം നടത്തിക്കുന്നു. ആ നാടകത്തെ നോക്കി പറയുക അപരിഷ്കൃതമായ സമരമാണ്. SFI കൂടില്ല. ഈ പുതുതലമുറയെ നോക്കി പാന്റും ഷർട്ടും ഇട്ടുകൊണ്ട് മാത്രം ജൻസികളെ ആകർഷിക്കാൻ കഴിയില്ല എന്ന് റോജി എം ജോണിനോട് പറയട്ടെ, ഒന്ന് പറഞ്ഞേക്കണം. പാന്റും ഷർട്ടും ഇട്ടുകൊണ്ട് മാത്രം ജൻസികളെ ആകർഷിക്കാനൊന്നും കഴിയില്ല. ഡൽഹിയിൽ പോയോണ്ട് ജൻസികളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. NSUA പ്രസിഡന്റ് ആയതുകൊണ്ട് ജൻസികളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. നല്ല വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, 24 ദിവസം സമരം നടത്തിയ വിദ്യാർത്ഥികളെ മുഖത്ത് നോക്കി അപരിഷ്കൃതർ എന്ന് വിളിച്ചിരിക്കുകയാണ്. എന്താ കാര്യം? തിയേറ്റർ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ലൈറ്റ് കേടായി. ആ ലൈറ്റിന് നടത്തിയ അന്ത്യാഞ്ജലിയെ, ഒരു പ്രതീകാത്മക സമരത്തെ, നാടകത്തെ സിസ തോമസിനെതിരെയുള്ള ശവസംസ്കാരമാക്കി മാറ്റിയിരിക്കുകയാണ്. ആരെങ്കിലും അങ്ങനെയൊന്ന് ചെയ്തതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും? SFIയുടെ ഭാഗമായി അത്തരത്തിലൊരു സമര രീതിയെ അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ SFIക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ഗവർണർ നേരിട്ടിറങ്ങിക്കൊണ്ട് മുഴുവൻ സർവകലാശാല VCമാരെയും ഉപയോഗിച്ചുകൊണ്ട് സംയുക്ത പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. കേരളത്തിൽ എന്തൊക്കെ വിദ്യാഭ്യാസ വിഷയങ്ങളുണ്ടായി, എന്തൊക്കെ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഉണ്ടായി. സംയുക്തമായി VCമാരെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഗവർണർ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെതിരെ തിരിയുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ജെന്യുവിനായ വിഷയത്തെയാണ് ഇവർ ഉപയോഗിക്കുന്നതെങ്കിൽ ശരി, നമുക്ക് അംഗീകരിക്കാം. പക്ഷേ മുഴുവൻ സർവകലാശാല VCമാരെയും ഉപയോഗിച്ച് SFIക്കെതിരെ സ്റ്റേറ്റ്മെന്റ് ഇറക്കുക. അപ്പോ ഞങ്ങളാണ് മുഖ്യ ശത്രു എന്ന് ഗവർണർ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ഇതൊന്നും കൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. ഗവർണർ പ്രഖ്യാപിച്ചു, അദ്ദേഹത്തിന്റെ ചോറ്റുപട്ടാളമായ മുഴുവൻ VCമാരും പ്രഖ്യാപിച്ചു. എന്താണ് റോജി എം ജോണിന് അതിലുള്ള ശുഷ്കാന്തി? ഗവർണറും VCമാരും RSSന്റെ പിടിയിലാണെന്ന് അറിയാത്തവരാണോ കോൺഗ്രസ്? അതോ അറിഞ്ഞിട്ടും അവരുടെ കൂടെയാണ് നിലനിൽക്കുന്നതെങ്കിൽ അത് പറയണം. ഇപ്പൊ സിസ തോമസ് പറഞ്ഞു, 13-ാം തീയതി എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. 13-ാം തീയതി അവിടെ സിൻഡിക്കേറ്റിലേക്ക് SFI മാർച്ച് നടത്തി. അവിടെ വിദ്യാർത്ഥികളെ കേൾക്കാൻ VC തയ്യാറായില്ല. 13-ാം തീയതി അവിടുത്തെ SI, കാലടി SI പ്രദീപ് കുമാർ SFIക്കെതിരെ കേസ് ചാർജ് ചെയ്തത് സ്വാഭാവികമായും ഒരു പ്രകടനം നടന്നതിനെ സംബന്ധിച്ചുള്ള കേസാണ്. 60 പേരെ കണ്ടാൽ അറിയുന്ന 60 പേർക്കെതിരെ. എന്നാൽ 16-ാം തീയതിയിൽ എത്തുമ്പോഴേക്ക് സിസ തോമസ് ഒരു മെയിൽ അയക്കുകയാണ് രാത്രി 7:30യോടുകൂടി. അതേസമയം 7:30ക്ക് 4 പേരെ അറസ്റ്റ് ചെയ്യുകയാണ്. SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള 4 പേരെ അറസ്റ്റ് ചെയ്യുകയാണ്. മെബിനെ ഉൾപ്പെടെയുള്ള 4 പേരെ അറസ്റ്റ് ചെയ്യുന്നു. ആ 4 പേരെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ 4 പേരെ അറസ്റ്റ് ചെയ്യുന്ന അതേ സമയത്ത് മെയിൽ അയച്ചിരിക്കുകയാണ്. ആ മെയിലില് സിസ തോമസ് പറയുകയാണ്, മുടിക്ക് കുത്തിപ്പിടിച്ചു വിദ്യാർത്ഥികൾ, ചുമരിന് ചാർത്തി നിർത്തി ആക്രമിച്ചു. സിസ തോമസിനെ മുടിക്കാരാ കുത്തിപ്പിടിച്ചത്? ആരെങ്കിലും പിടിച്ചോ? സിസ തോമസിനെ ആരെങ്കിലും ആക്രമിച്ചോ? ഏതെങ്കിലും വിദ്യാർത്ഥി ആക്രമിച്ചോ? ആ കള്ളപ്പരാതിന്മേൽ VC നുണ പറഞ്ഞതിന്റെ പേരിൽ, നുണ പറയുന്ന VD സതീശന് നുണ പറയുന്ന VC എന്ന പോലെ നുണ പറയുന്ന സിസ തോമസിന് പിന്തുണ കൊടുത്തത് ആരാണ്? കേരള പോലീസാണ്. അതിന്റെ പേരിൽ ഞങ്ങളുടെ 4 പേർ സംസ്ഥാന കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവർ ഈ ഓണനാളുകളിൽ ജയിലിലാണ്. ആരാണ് അവരുടെ വീട്ടിൽ ഉത്തരം പറയുക? 80ഓളം കുട്ടികളെ ഇവർ കണ്ടാലറിയുന്നവർ എന്ന പേരിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് ആരെയും അറസ്റ്റ് ചെയ്യാമെന്ന നിലയിലാണ്. മഫ്തിയിൽ പോലീസ് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ കറങ്ങി നടക്കുകയാണ്. RSSകാർ വിലസുകയാണ് ആരെ ആക്രമിക്കുമെന്ന നിലയിൽ. ഇതെന്താ പോലീസ് രാജ്യോ, ഗുണ്ടാ രാജ്യോ? അപ്പൊ ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. മഫ്തിയിൽ പോലീസ് കറങ്ങി നടക്കുന്നു. ഒരു പെൺകുട്ടിയുടെ, കാലടി സർവകലാശാലയിലെ SFIയുടെ പ്രവർത്തക പെൺകുട്ടിയുടെ സഹോദരിയുടെ കല്യാണമാണ് 20-ാം തീയതി. കുട്ടിക്ക് ആ കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിയില്ല, സ്വന്തം സഹോദരിയുടെ. സിസ തോമസ് ഈ നുണ പറഞ്ഞതുകൊണ്ട്, കള്ളപ്പരാതി കൊടുത്തത്. ഇപ്പോൾ ഫ്രോഡുലന്റായ ഒരു കേസ് നൽകിയിരിക്കുന്നത് ഒരു VCയാണ്. VC തന്നെ നുണ പറയുന്നു, VC തന്നെ കള്ളപ്പരാതി കൊടുക്കുന്നു, VC തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികളെ, അവർ പഠിപ്പിക്കുന്ന സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ ജയിലിലടപ്പിക്കുന്നു.